ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈറ്റ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂലി കണ്ടപ്പോൾ എനിക്കെന്ത് തോന്നി, കൂലി മൂവി എങ്ങനെയുണ്ട് എന്നൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ സിനിമ കാണുന്നത് രണ്ടാമത്തെ ദിവസമാണ്. കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ കുറേയധികം മോശം റിവ്യൂ സിനിമയ്ക്ക് ഞാൻ കേട്ടിട്ടാണ് പോയത്. എങ്കിൽ പോലും എനിക്ക് സിനിമ അത്ര അങ്ങോട്ട് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു ലോകേഷ് കനകരാജ് പടം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് അത്ര എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കൂലി. കാരണം ലോകേഷിന്റെ മുൻപേ ഇറങ്ങിയ വിക്രം ആയാലും കൈദി ആയാലും മാസ്റ്റർ ആയാലും എല്ലാം തന്നെ ഇതിനേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തന്ന സിനിമകളായിരുന്നു. കൂലി അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിലായാലും എല്ലാത്തിലും കുറച്ച് പിന്നിലായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ നമ്മളിത് ഒരു നോർമൽ രജനീകാന്ത് പടം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു പടം തന്നെയായിരുന്നു. കാരണം രജനീകാന്തിന്റെ മുന്നേ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജയിലറിനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ജയിലർ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല പടം തന്നെയായിരുന്നു. എന്നാലും ഇതിന് മുന്നേ ഇറങ്ങിയ മറ്റുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ കൂലി കുറച്ചും കൂടി നല്ലൊരു രജനീകാന്ത് പടം തന്നെയായിരുന്നു. ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂലി ഒരു കുറ്റം പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര നല്ല രീതിയിലാണ് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ വർക്ക്സ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല കിടിലനായിട്ട് തന്നെ ക്യാമറ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു മോശം അത്ര പോരാ എന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. കാരണം അനിരുദ്ധിന്റെ മുന്നേയുള്ള പടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടാണ് ഈ കൂലിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനിരുദ്ധ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ഒരു പീക്കിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഓവറോൾ സിനിമയിൽ അങ്ങനെ ഒരു ഹൈ മൊമെന്റ് ഒന്നും തരാൻ അനിരുദ്ധിന്റെ ബിജിഎമ്മിന് പറ്റുന്നില്ല. പിന്നെ രജനീകാന്തിന്റെ ഇൻട്രോ ഒക്കെ ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പിന്നെ പറയണ്ടല്ലോ. രജനീകാന്ത് അല്ലേ അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ സൗബിൻ ഷാഹിർ ഉണ്ട് മലയാളത്തിൽ നിന്ന്. സൗബിനൊക്കെ കുറച്ചു നേരെ ഉണ്ടാവുള്ളൂ എന്നെല്ലാം വിചാരിച്ചിരുന്നു ട്രെയിലറെല്ലാം കാണുമ്പോൾ. പക്ഷേ സൗബിൻ ഫുൾ ആൻഡ് ഫുൾ സിനിമയിലുണ്ട്. സൗബിൻ തുടക്കം മുതൽ അവസാനം വരെ സൗബിൻ ഉണ്ട് സിനിമയിൽ. പിന്നെ നാഗാർജുന. പിന്നെ പറയാനുള്ളത്, നാഗാർജുനക്ക് കൊടുത്തിരിക്കുന്ന ഇൻട്രോ വളരെ വീക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു മെയിൻ വില്ലൻ ആയിട്ടാണ് നാഗാർജുനയെ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്, സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വില്ലന് കുറച്ചും കൂടി നല്ല ഒരു ഇൻട്രോ കൊടുക്കാമായിരുന്നു, നല്ലൊരു ബിജിഎം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നി. പിന്നെ നമ്മുടെ കന്നഡയിൽ നിന്നുള്ള റിയൽ സ്റ്റാർ ഉപേന്ദ്ര അഭിനയിച്ച ഖലീഷ എന്ന് പറയുന്ന ക്യാരക്ടർ, എന്റെ മോനെ, ആ ക്യാരക്ടറിന് കൊടുത്തതാണ് ഇൻട്രോ. ആ ക്യാരക്ടർ വരുമ്പോൾ ഉള്ള ആ ഒരു ഓറ വേറൊരാൾ വരുമ്പോൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അന്നേരമാണ് തിയേറ്റർ ഒന്ന് അനങ്ങിയത്, ഒന്ന് കുലുങ്ങിയത്. പിന്നെ ഇതിലുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു ഓക്കെ മോഡലിൽ ഒരു സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വലിയ കുഴപ്പം പറയാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല ഇതിലെ ഫൈറ്റിലൊന്നും. പിന്നെ സോങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മോണിക്ക സോങ് നല്ലതായിരുന്നു. അത് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലവും നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെയല്ല, അതിൽ കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഡഡ് ഇതും കൂടി ഉണ്ട്. അതിൽ സോബിന്റെ കുറച്ചും കൂടി അധികം ഡാൻസും എല്ലാം കാണിക്കുന്നുണ്ട് അതിൽ. പിന്നെ നമ്മുടെ പവർ ഹൗസ് എന്ന സോങ്, ഇത് സിനിമയിലെ ഏറ്റവും അവസാനമാണ് ഈ പവർ ഹൗസ് എന്ന് പറഞ്ഞ സോങ് കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ടെക്നിക്കലി ഈ സിനിമ കിടിലനാണെന്ന് പറയാനുള്ള ഒരു കാരണമാണ് ഇതിൽ രജനീകാന്തിന്റെയും ഉപേന്ദ്രന്റെ ഒക്കെ ഒരു ഡി ഏജിങ് പരിപാടിയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏജ് കുറച്ചിട്ട് പണ്ടത്തെ കാലത്തെ ഇത് കാണിക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതിലൊന്നും നമുക്കൊരു മിസ്റ്റേക്കും പറയാനില്ല. കാരണം ഇതിനു മുന്നേ നമ്മുടെ വിജയിന്റെ ഗോട്ട് സിനിമയിൽ നമ്മൾ കണ്ടതാണ്. വിജയിന്റെ ഡി ഏജിങ് ചെയ്യാൻ നോക്കിയിട്ട് അത് അത്ര വർക്കൗട്ട് ആയിട്ടുണ്ടായിട്ടില്ല. എന്നാൽ കൂലിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് പഴയ കാലത്തെ ഇത് കാണിക്കുന്നതൊക്കെയാണ് ഇതിൽ സെറ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് രോമാഞ്ചം വരുന്ന സീൻസ് ഒക്കെ ഈ ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ് ഈ സിനിമയിലെ. കൂടാതെ നമ്മുടെ ഈ പവർ ഹൗസ് സോങ് തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനിലാണ്. ഇത്രയൊക്കെയുള്ള ഈ സിനിമയെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാൻ. പിന്നെ നമ്മുടെ അമീർ ഖാന്റെ ക്യാരക്ടർ ലാസ്റ്റ് സിനിമയുടെ അവസാനം, അമീർ ഖാന്റെ ക്യാരക്ടർ ഒരു 5-6 മിനിറ്റേ ഉള്ളൂ തോന്നുന്നു. എന്തിനാണ് അമീർ ഖാന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവന്നതിന് ഇപ്പം ഒരു ഇതില്ല. വെറുതെ കൊണ്ടുവന്നത്, വെറുതെ കുറെ ഹിന്ദി ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമീർ ഖാനെ കൊണ്ടുവന്നതെന്ന് തോന്നി. ഒരു ആവശ്യമില്ല അമീർ ഖാൻ അവിടെ കൊണ്ടുവരേണ്ട. അമീർ ഖാൻ വെറുതെ ഒരു വീടി വലിക്കാനായിട്ട് അമീർ ഖാൻ ഒരു ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് വന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ വാച്ച് ഐറ്റം തന്നെയാണ്. ഇത് OTT-ൽ കണ്ടാലൊന്നും ഇത്രയും കൂടി ഒരു ഫീൽ കിട്ടൂല. തിയേറ്ററിൽ തന്നെ കാണുക, അപ്പൊ കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടും. ഭയങ്കര ഒരു ലോകേഷിന്റെ മുൻ പടം ഒക്കെ വെച്ച് നോക്കിയിട്ട് ഭയങ്കര ഒരു ഹൈപ്പെല്ലാം കൊടുത്തിട്ട് സിനിമ കയറുന്നെങ്കിൽ നമുക്ക് സിനിമ അത്രക്ക് വലിയൊരു പരിപാടിയായിട്ട് തോന്നൂലെങ്കിലും ഹൈപ്പൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കൂലി സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് കൂലിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഇനി കൂലി കാണാൻ പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ചും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.